ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവർക്കും എന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ. ഫെർട്ടിലിറ്റി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹെൽത്തി പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങുന്നതിന് മുതൽ തന്നെ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാതെ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. സ്ത്രീകളിൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാനും അതുപോലെ ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകാനും നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ത്രീകളിലെ പ്രധാനപ്പെട്ട വന്ധ്യതാ പ്രശ്നങ്ങളായിട്ടുള്ള ഓവുലേഷൻ നടക്കാതിരിക്കുക, ഇനി ഓവുലേഷൻ നടന്നാലും ഉണ്ടാകുന്ന അണ്ടങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാതിരിക്കുക, പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ കുറവ്, അതുപോലെ AMHൻ്റെ കുറവ്, അതുപോലെ PCOD, PCOS അങ്ങനെയുള്ള പലതരത്തിലുള്ള വന്ധ്യതാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകളിൽ ഗർഭധാരണം നടക്കാതെ പോകുന്നത് അല്ലെങ്കിൽ വൈകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണക്രമം ആരോഗ്യകരമാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇതിനെല്ലാം ഒരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളിൽ ഗർഭധാരണം എളുപ്പത്തിൽ നടക്കുന്നതിനും അതോടൊപ്പം തന്നെ ഓവുലേഷൻ നടക്കുന്നതിനും ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഇനി നിങ്ങളിൽ ഗർഭധാരണം നടന്നാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ഗർഭധാരണത്തിനും അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട ഒന്നാണ് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇത് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് ഒരു 3 മാസം മുന്നേ തന്നെ ഡോക്ടേഴ്സ് കഴിക്കാൻ പറയുന്നത് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്ന നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് ടാബ്ലറ്റുകൾ എടുക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഫോളിക് ആസിഡുകൾ, അതായത് നിങ്ങൾക്ക് ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫോളിക് ആസിഡുകൾ നിങ്ങൾ അതോടൊപ്പം തന്നെ കഴിക്കുക. നിങ്ങൾക്ക് കുക്കുംബർ, അതുപോലെ ധാന്യങ്ങൾ, അതുപോലെ നാരങ്ങ ഇവയിലടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡുകൾ നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കുക്കുംബറെല്ലാം ഡെയിലി നിങ്ങൾ കഴിക്കുന്നത് പതിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിതൊരു സാലഡ് ഫോംസിലെല്ലാം കഴിക്കാവുന്നതാണ്. നാരങ്ങ നീരും അതുപോലെ സവാളയൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് സാലഡ് ഫോംസിൽ ഈ ഒരു കുക്കുംബർ ഡെയിലി കഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു ഫുഡെന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ്സാണ്. അതായത് നാടൻ കോഴിമുട്ട, നാടൻ കോഴി, ചെറിയ മത്സ്യങ്ങൾ ഇവയിലെല്ലാം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദിവസവും പറ്റിക്കഴിഞ്ഞാൽ ഓരോ നാടൻ കോഴിമുട്ട നിങ്ങൾ പുഴുങ്ങി കഴിക്കാനൊന്ന് ശ്രമിക്കുക. ഈ ഒരു കോഴിമുട്ട നിങ്ങളിൽ എഗ്ഗിൻ്റെ ഗ്രോത്തിനും, അതായത് ഓവുലേഷൻ കഴിഞ്ഞുണ്ടാകുന്ന ആ ഒരു എഗ്ഗിൻ്റെ ഗ്രോത്തിനും ഓവുലേഷൻ നല്ല രീതിയിൽ നടക്കാനും ഒരുപാട് സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കോഴിമുട്ട കഴിക്കുന്നത് ശീലമാക്കുക. നാടൻ കോഴിമുട്ട തന്നെ കഴിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡ്. ഇത് ഗർഭധാരണത്തിന് വളരെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ കറികളിൽ ധാരാളം ചെറുമത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾ വറുത്ത് കഴിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഉത്തമം കറി വെച്ച് കഴിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾ കറി വെച്ച് തന്നെ ഒന്ന് കഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് പാലിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കിടന്നുറങ്ങുന്നതിന്, അതായത് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ 1 ഗ്ലാസ് പാൽ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കുടിക്കുക. അത് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ഒരു ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പാല് കുടിക്കുന്നത് ശീലമാക്കുക. പാല് കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഞ്ചസാര ചേർക്കാതെയുള്ള പാല് വേണം നിങ്ങൾ കുടിക്കാൻ. അടുത്തതായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണമാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണമാണ് ബീൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റ് വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബീൻസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നതിനും ഉണ്ടാകുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. നിങ്ങൾക്ക് ബീൻസ് തോരനെല്ലാം വെച്ചിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ഇലക്കറികൾ. ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചീര, അതുപോലെ ഉലുവ ചീര, അതുപോലെ
ചുമന്ന ചീരയെല്ലാം നിങ്ങൾക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അയൺ നിങ്ങളിൽ ഓവുലേഷൻ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് നടക്കുന്നതിനും നിങ്ങളിൽ ഉണ്ടാകുന്ന അണ്ടങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കേണ്ട, അതായത് ഒരുപാട് അയൺ കണ്ടൻ്റുള്ള ഒരു ഭക്ഷണമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക നിങ്ങൾ ദിവസവും കഴിക്കാൻ ഒന്ന് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് കഴിച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരു നെല്ലിക്ക വീതം കഴിക്കുന്നതും ശീലമാക്കുക. ഇത് നിങ്ങളിൽ ഓവുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു ഫുഡാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B6 ഓവുലേഷൻ നടക്കുന്നതിനും എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകുന്നതിനും നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ ഒരു സൂപ്പർ ഫെർട്ടിലിറ്റി ഫുഡാണ് അവോക്കാഡോ. ഈ ഒരു അവോക്കാഡോയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചതാണ്. അത്രയും ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഫുഡാണ് ഈ ഒരു അവോക്കാഡോ എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസും അതുപോലെ വൈറ്റമിൻസും എല്ലാം നിങ്ങളിൽ ആ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ നിങ്ങളിൽ ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അവോക്കാഡോ നിങ്ങൾ കഴിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഷെയ്ക്കായിട്ടെല്ലാം ഈ ഒരു അവോക്കാഡോ അടിച്ച് കുടിക്കാവുന്നതാണ്. ദിവസവും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും അവോക്കാഡോ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കുക. ഇത് നിങ്ങളിലെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും ഭക്ഷണങ്ങൾ ഒരു ഗർഭധാരണത്തിന് പ്ലാൻ ചെയ്യുമ്പോൾ കഴിച്ച് തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. എപ്പോഴും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ പ്ലാനിങ്ങിൽ ഈ ഒരു കാര്യം, അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണക്രമത്തിൻ്റെ കാര്യവും കൂടെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഗർഭം പിടിച്ചു കിട്ടുക എന്നതിലുപരി ആ ഒരു ഗർഭം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് എപ്പോഴും പ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയാണ് ഏറ്റവും ഉചിതം. നിങ്ങൾ ഇതുപോലുള്ള ഭക്ഷണം കഴിച്ച് തുടങ്ങുക. അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങുക, ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. അതുമാത്രമല്ല, ഒരു ഗർഭധാരണത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് നമ്മൾ ഓവുലേഷൻ ഡേ മനസ്സിലാക്കി ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് ഇത്തരം ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ഫെർട്ടിലിറ്റി ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ എത്തുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.